ഹലോ ഫ്രണ്ട്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പത്തെ 1ഉം 2ഉം ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാനൂടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ശ്രമിക്കണേ. വീഡിയോ അവസാനം വരെ കാണാൻ, ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അപ്പം ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫോറസ്റ്റ് ടൈപ്സ് ഓഫ് കേരള എന്നാണ്, അഥവാ കേരളത്തിലെ വനങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ വനങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വനങ്ങൾ ഏതൊക്കെയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട വനങ്ങളുടെ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് തന്നെ അർദ്ധ നിത്യഹരിത വനങ്ങൾ, അഥവാ സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. രണ്ടാമത്തെ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ, അഥവാ തെക്കൻ മലനിരകളിൽ കാണപ്പെടുന്നവ അഥവാ സതേൺ ഹിൽ ടോപ്പ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നവ. മൂന്നാമത്തെ ഏതാണ്? ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ അഥവാ മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റസ് ഓർ ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റസ് എന്നാണ് മൂന്നാമത്തേത്. നാലാമത്തെ ഏതാണ്? ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ. അതിനെ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? മൗണ്ടൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്നിവയാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ വനങ്ങൾ. ഇവയുടെ പ്രത്യേകതകൾ എന്ത്, ഇവയുടെ ഡെഫിനിഷൻസ് ഉണ്ട് എന്ത്, ഇവ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നൊക്കെ ഉള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കാണ്. 20-ൽ 18-19 മാർക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്താണ് ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കണം എല്ലാ കൂട്ടുകാരും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? അർദ്ധ നിത്യഹരിത വനങ്ങളല്ലേ, സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്താണെന്ന് നോക്കാം. അർദ്ധ നിത്യഹരിത വനങ്ങൾ ഇവ കാണപ്പെടുന്ന ഉയരം 600 മുതൽ 800 മീറ്റർ ഉയരത്തിലാണ്. 600 മുതൽ 800 മീറ്റർ ഉയരത്തിലാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. അപ്പം ഇതൊക്കെ PSC പരീക്ഷകളിൽ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പം നോട്ട് ചെയ്ത് വെച്ചോണം. അർദ്ധ നിത്യഹരിത വനങ്ങൾ 600 മുതൽ 800 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നവയാണ് കേട്ടോ. 600 മുതൽ 800 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നവയാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ അഥവാ സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. ചില സ്ഥലങ്ങളിൽ 900 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്നു കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ 900 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്നു കേട്ടോ. അപ്പോൾ അതോടെ നോട്ട് ചെയ്തോണം. ഇവ കാണപ്പെടുന്ന ഉയരം എത്രയാണ്? 600 മുതൽ 800 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. ചില സ്ഥലങ്ങളിൽ 900 മീറ്റർ ഉയരത്തിൽ വളരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളിൽ മാത്രം അത് 900 മീറ്റർ ഉയരത്തിൽ വളരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കാണപ്പെടുന്ന ജൈവ വൈവിധ്യങ്ങൾ ഏത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നോക്കാം നമുക്ക്. ഏതാണ്? സിംഹവാലൻ കുരങ്ങ് കേട്ടോ. അപ്പോൾ സിംഹവാലൻ കുരങ്ങ്, നീലഗിരി ലങ്കൂർ അഥവാ കരിങ്കുരങ്ങിനെയാണ് നീലഗിരി ലംകൂർ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നീലഗിരി മാർട്ടേൻ, മരനായയാണ് നീലഗിരി മാർട്ടേൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ട്രാവൻകോർ ഫ്ലൈയിങ് സ്ക്വരൽ, അതുപോലെ തന്നെ ബ്രൗൺ മാംഗൂസ്, തവിടൻ കീരിയാണ് ബ്രൗൺ മാംഗൂസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മലബാർ സിവറ്റ്, അതുകൂടാതെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബെല്ല്, മലബാർ സിവറ്റ്, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബെല്ല്, ഗ്രേറ്റ് ഇന്ത്യൻ നൈറ്റ് ജാർ ആണ് കാണപ്പെടുന്നവ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം, പഠിച്ചങ്ങ് പോവാം. ഇപ്പോഴേ എൻ്റെ കൂടെ വന്നങ്ങ് പഠിച്ചങ്ങ് കേട്ട് പോവുക. അപ്പോൾ എന്താണ് കേരളത്തിലെ വനങ്ങളിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചതാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ അഥവാ സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. ഇവ കാണപ്പെടുന്ന ഉയരം എത്രയാണ്? 600 മുതൽ 800 മീറ്റർ ഉയരത്തിലാണ്. ചില സ്ഥലങ്ങളിൽ 900 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്നുണ്ട് ഈ അർദ്ധ നിത്യഹരിത വനങ്ങൾ. ഇവിടെ കാണപ്പെടുന്ന ജൈവ വൈവിധ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചാണ്? സിംഹവാലൻ കുരങ്ങ്, നീലഗിരി ലംകൂർ അഥവാ കരിങ്കുരങ്ങ്, നീലഗിരി മാർട്ടേൻ അഥവാ മരനായ. അപ്പോൾ നീലഗിരി മാർട്ടേൻ അഥവാ മരനായ, ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വരൽ, ബ്രൗൺ മാംഗൂസ് അഥവാ തവിടൻ കീരി, മലബാർ സിവറ്റ്, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബെല്ല്, ഗ്രേറ്റ് ഇന്ത്യൻ നൈറ്റ് ജാർ എന്നീ ജൈവ വൈവിധ്യങ്ങൾ അർദ്ധ നിത്യഹരിത വനങ്ങളിൽ
കാണപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു വെക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്കിനി അടുത്ത രണ്ടാമത്തെ വനങ്ങൾ ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പേര് പറഞ്ഞതാണ്. എന്താണ്? ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ അഥവാ തെക്കൻ മലനിരകളിൽ കാണപ്പെടുന്നവ ആണ് ഈ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. സൗതേൺ ഹിൽ ടോപ്പ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് കേട്ടോ. ഇവിടെ എന്താണ് പ്രത്യേകത നോക്കാം. പരമാവധി 10 മീറ്റർ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ ഉൾപ്പെട്ട വനമാണ്. ഇവിടെ പരമാവധി 10 മീറ്റർ ഉയരത്തിലാണ്. അവിടെയാണ് 600 മീറ്റർ മുതൽ 800 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന വനമാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ. ഇവിടെ എന്താണ്? ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളിൽ പരമാവധി 10 മീറ്റർ, നോട്ട് ചെയ്തോടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരമാവധി 10 മീറ്റർ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ ഉൾപ്പെട്ട വനങ്ങളെയാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവ പശ്ചിമഘട്ടത്തിലെ കുന്നുകളുടെ ചരിവുകളിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇവ പശ്ചിമഘട്ടത്തിലെ കുന്നുകളുടെ ചരിവുകളിൽ കാണപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ കുന്നുകളുടെ ചരിവുകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. ഇവയ്ക്ക് 10 മീറ്റർ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ ഉൾപ്പെട്ട വനമാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. തെക്കൻ മലനിരകളിൽ കാണപ്പെടുന്നവയാണ് ഇവ കൂടുതലും. അതുപോലെ തന്നെ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ ഉദാഹരണമാണ് സൈലന്റ് വാലി, പൂയംകുട്ടി കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സൈലന്റ് വാലി, പൂയംകുട്ടി. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സൈലന്റ് വാലിയും അതുപോലെ തന്നെ പൂയംകുട്ടിയും. സൈലന്റ് വാലിയും പൂയംകുട്ടിയും. അതുകൂടാതെ തന്നെ കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ അഥവാ മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമഘട്ട മലനിരകളിലാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ മഴക്കാടുകൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിലാണ്. അപ്പോൾ പഠിച്ചു വെച്ചോണം, കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ അഥവാ മഴക്കാടുകൾ കാണപ്പെടുന്നവ എവിടെയാണ്? പശ്ചിമഘട്ട മലനിരകളിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ സംരക്ഷണ കേന്ദ്രമാണ് സൈലന്റ് വാലി കേട്ടോ. അപ്പം എന്താണ്? കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ സംരക്ഷണ കേന്ദ്രം ഏതാണ്? സൈലന്റ് വാലിയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പഠിച്ചൊക്കെ പോവാം. ഉഷ്ണമേഖല നമ്മൾ രണ്ടാമത് പഠിച്ചതായിരുന്നു ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. തെക്കൻ മലനിരകളിൽ കാണപ്പെടുന്നവയാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. സദേൺ ഹിൽ ടോപ്പ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നു. ഈ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ പരമാവധി 10 മീറ്റർ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ ഉൾപ്പെട്ട വനത്തെയാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? ഇവ പശ്ചിമഘട്ടത്തിലെ കുന്നുകളുടെ ചരിവുകളിൽ കാണപ്പെടുന്നു. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് സൈലന്റ് വാലിയും അതുപോലെ തന്നെ പൂയംകുട്ടിയും. സൈലന്റ് വാലിയും പൂയംകുട്ടിയുമാണ് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമായി വരുന്നത്. അതുകൂടാതെ തന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ അഥവാ മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമഘട്ട മലനിരകളിലാണ് കാണപ്പെടുന്നത്. കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ സംരക്ഷണ കേന്ദ്രം ഏതാണ്? സൈലന്റ് വാലിയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയെ കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ സംരക്ഷണ കേന്ദ്രം ഏതാണ്? സൈലന്റ് വാലി. ക്ലിയർ ആണ്? നമുക്ക് അടുത്തൊരു മൂന്നാമത്തെ നോക്കാം. ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ, മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റസ് ഓർ ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ്. അപ്പോൾ എന്താണ് ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ എന്താണെന്ന് നോക്കാം. ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളെ സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് ഇവ കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണിവ. സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളെയാണ് ഇവ എന്നാണ് ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളുടെ പ്രത്യേകതയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ വളരുന്നത്. അപ്പോൾ ഇവിടെ വളരുന്നത് എന്താണ്? ഇലപൊഴിയും മരങ്ങളാണ്. ഈ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളിൽ വളരുന്നത് ഇലപൊഴിയും മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചോണേ. ഇവയെ മൺസൂൺ വനങ്ങൾ എന്നും വിളിക്കുന്നു. അപ്പോൾ മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളെയാണ് മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം കേട്ടോ. ക്ലിയർ ആണ്? ഞാൻ ഒന്നുകൂടെ പഠിച്ചങ്ങ് പോവാം. ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ അഥവാ മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ് ഓർ
ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് കേട്ടോ. സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് ഇവ. അതുപോലെ തന്നെ ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ വളരുന്നത്. ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ വളരുന്നത്. ഇവയെ മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയെ മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുവേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ. ക്ലിയർ ആണ്? അടുത്തത് ഇനി ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ, മൗണ്ടൈൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ, ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ അഥവാ മൗണ്ടൈൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്താണെന്ന് നോക്കാം. കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ ഇതിൽ പഠിച്ചു വെക്കേണ്ടത് കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നെല്ലിയാമ്പതി, മൂന്നാർ, നിലമ്പൂർ, തെന്മല, അഗസ്ത്യാമല കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണം. ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ അഥവാ മൗണ്ടൈൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നെല്ലിയാമ്പതി, മൂന്നാർ, നിലമ്പൂർ, തെന്മല, അഗസ്ത്യമല. എല്ലാം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ അഥവാ മൗണ്ടൈൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എവിടേക്കാണ് കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ? നെല്ലിയാമ്പതി, മൂന്നാർ, നിലമ്പൂർ, തെന്മല, അഗസ്ത്യമല. അത് അത്ര ക്ലിയർ ആണല്ലോ. പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് വെക്കാമല്ലോ, പഠിച്ചു ചെയ്ത്. അടുത്തൊരു വേറൊരു വിഭാഗമായിട്ടുള്ളൊരു വനമാണ് മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ. മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ നമ്മളിവിടെ പഠിച്ച ഏതാണ്? ഉപോഷ്ണ മേഖല ഗിരിവനങ്ങളാണ് പഠിച്ചത്. ഇവിടെ പഠിക്കാൻ പോകുന്നത് അടുത്തത് നമ്മൾ പഠിക്കുന്നത് മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ. മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ അഥവാ മൗണ്ടൈൻ സബ് ട്രോപ്പിക്കൽ വെറ്റ് ഫോറസ്റ്റ്. മൗണ്ടൈൻ സബ് ട്രോപ്പിക്കൽ വെറ്റ് ഫോറസ്റ്റ് മൂന്നാർ ഇരവിക്കുളം മേഖലയിലെ ഉയരം കൂടിയ കുന്നുകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് ഈ മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. മൂന്നാർ ഇരവികുളം മേഖലയിലെ ഉയരം കൂടിയ കുന്നുകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ. മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ എവിടേക്കാണ് കാണപ്പെടുന്നത്? മൂന്നാർ ഇരവികുളം മേഖലയിലെ ഉയരം കൂടിയ കുന്നുകളിൽ കാണപ്പെടുന്ന വനങ്ങളെയാണ് മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്തത് പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ, വിസ്തൃതമായ പുൽമേടുകൾ എന്നിവ ഈ മേഖലയുടെ പ്രത്യേകതയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോണം. പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ, പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ, വിസ്തൃതമായ പുൽമേടുകൾ എന്നിവ ഈ മേഖലയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ, വിസ്തൃതമായ പുൽമേടുകൾ എന്നിവ ഈ മേഖലയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്താണത്? മൗണ്ടൈൻ സബ് ട്രോപ്പിക്കൽ വെറ്റ് ഫോറസ്റ്റ് അഥവാ മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ എന്ന് പറഞ്ഞ് എവിടേക്കാണ് കാണപ്പെടുന്നത്? മൂന്നാർ ഇരവികുളം മേഖലയിലെ ഉയരം കൂടിയ കുന്നുകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ, വിസ്തൃതമായ പുൽമേടുകൾ എന്നിവ ഈ മേഖലയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മിതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത് കേട്ടോ. അടുത്ത നമ്മൾ ചന്ദനക്കാടുകളാണ്. ചന്ദനക്കാടുകൾ, സാൻഡൽ ഫോറസ്റ്റ്. ചന്ദനക്കാടുകൾ, സാൻഡൽ ഫോറസ്റ്റ് കേട്ടോ. അപ്പോൾ എന്താണ്? തമിഴ്നാടിനോടും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അതിർത്തി വനങ്ങളിൽ കാണപ്പെടുന്ന ശുഷ്ക ഇലപൊഴിയും കാടുകളാണ് കേട്ടോ. ശുഷ്ക ഇലപൊഴിയും കാടുകളാണിവ. ശുഷ്ക ഇലപൊഴിയും കാടുകളാണിവ. നമുക്കറിയാം ഈ ചന്ദനം കടത്തുന്നതൊക്കെ ആരാണ്? പുഷ്പയല്ലേ? നമ്മൾ പുഷ്പ സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് ചന്ദനം കടത്തുന്ന സിനിമയല്ലേ പുഷ്പ സിനിമ, അല്ലു അർജുൻ അതിനകത്ത്. അപ്പോൾ അത് കൂടുതലും എവിടെയാണ്? അല്ലു അർജുൻ അതിർത്തി കടന്നു വന്നൊരു നമ്മുടെ ഒരു സിനിമാ താരമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്ത് വെച്ചോണം. തമിഴ്നാടിനും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അതിർത്തി വനങ്ങളിൽ കേട്ടോ, നോട്ട് ചെയ്തോണേ. തമിഴ്നാടിനോടും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അതിർത്തി വനങ്ങളിൽ കാണപ്പെടുന്ന ശുഷ്ക ഇലപൊഴിയും കാടുകളെയാണ് ചന്ദനക്കാടുകൾ അഥവാ സാൻഡൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരം കാടുകളിലെ പ്രധാന വൃക്ഷമാണ് ചന്ദനം. അപ്പോൾ ഇത്തരം കാടുകളിലെ പ്രധാന വൃക്ഷം ഏതാണ്? ചന്ദനം. അപ്പോൾ ചന്ദനക്കാടുകളിൽ പിന്നെ ചന്ദനമല്ലേ പ്രധാന വൃക്ഷമായിട്ട് വരുന്നത്, അത് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ചന്ദനക്കാടുകൾ അഥവാ സാൻഡൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തമിഴ്നാടിനോടും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അതിർത്തി വനങ്ങളിൽ കാണപ്പെടുന്ന ശുഷ്ക ഇലപൊഴിയും കാടുകളാണ് എന്താണ്? ചന്ദനക്കാടുകൾ എന്ന് പറയുന്നത്. ഇത്തരം കാടുകളിലെ പ്രധാന വൃക്ഷം ഏതാണ്? ചന്ദനമാണ്. ക്ലിയർ ആണ്? ഇനി അവസാനത്തേത് വരണ്ട ഇലപൊഴിയും കാടുകൾ, ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ്. വരണ്ട ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്നു. അപ്പം ഏറ്റവും കുറവാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്ന വനങ്ങളാണ് എന്താണ്?
വരണ്ട ഇലപൊഴിയും കാടുകൾ, ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ്. മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കാണുന്നു. മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കാണുന്നു ഇവ. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചരിവിൽ ഇത്തരം കാടുകളുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചരിവിൽ ഇത്തരം കാടുകളുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചരിവിൽ ഇത്തരം കാടുകളുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. വരണ്ട ഇലപൊഴിയും കാടുകൾ അഥവാ ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ്. കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അത് വരണ്ട ഇലപൊഴിയും കാടുകൾ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴേ അറിയാലോ മഴ വളരെ കുറവാണ്. അപ്പോൾ മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചരിവിൽ ഇത്തരം കാടുകളുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചരിവിൽ ഇത്തരം കാടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വനങ്ങളാണ്. കേരളത്തിലെ വനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത്. ഇത് മെയിനായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെയാണ് ശരി ഏത് തെറ്റ് എന്നൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ ക്ലാസ് ഒന്ന് കാണും. അതുപോലെ തന്നെ ഇതിന് നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ നോട്ടോടൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മറക്കില്ല. അപ്പം നോട്ട് വളരെ ലളിതമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ആ നോട്ടൂടെ നമ്മുടെ ക്ലാസ് കണ്ട് നോട്ടൂടെ നോക്കുമ്പോൾ നമുക്ക് അതിന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ ഒരു ടോപ്പിക്ക് കയ്യിൽ നിന്ന് പോയില്ല. അപ്പോൾ 1 മാർക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം ആദ്യമായിട്ട് വീഡിയോ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മാക്സിമം ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൂടെ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ നെയിം ഇതാണ്, കിരൺ PSC ടിപ്സ് എന്നുള്ളതാണ്. ഇത് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ പശ്ചിമഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ എയിം എന്താണ്? 20ൽ ഒരു 18-19 മാർക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഉറപ്പായിട്ട് ലഭിക്കും എന്നുള്ള രീതിയിലുള്ള എയിം വെച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഇനി പോന്നോണം. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. എന്തായാലും പരീക്ഷ ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളൂ. അതിന് മുമ്പ് നമ്മൾ എന്തായാലും സെറ്റാക്കി 20ൽ ഒരു 19-18 മാർക്കിന് സെറ്റാക്കിയിട്ടേ പരീക്ഷയ്ക്ക് വിടത്തുള്ളൂ. എൻ്റെ കൂടെ ഇനി പോരുക. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.